അഡ്വക്കേറ്റ് എ ജയശങ്കർ, അന്ന് ഈ കൊലപാതകം നടന്നതിന് ശേഷം യഥാർത്ഥത്തിൽ കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം കോഴിക്കോട് ഉണ്ടായിരുന്നു. കാരണം ഏത് നിമിഷവും മാധ്യമപ്രവർത്തകർക്ക് എതിരെ പോലും ആക്രമണം ഉണ്ടായേക്കാമെന്ന ഒരു ഭയാശങ്കകൾ നിറഞ്ഞ അന്തരീക്ഷം കോഴിക്കോടുണ്ടായിരുന്നു എന്ന വസ്തുതയാണ്. അന്ന് നമ്മൾ ഇതെല്ലാം കണ്ടിട്ടും അനുഭവിച്ചിട്ടുള്ളതുമാണല്ലോ. അപ്പോൾ ശ്രീ റെജി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ ഇത് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലാത്തതാണ്, അല്ലെങ്കിൽ ടി.പി. ചന്ദ്രശേഖരനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് പാർട്ടിക്ക് വലിയ ഒരു വളർച്ച നേടുക, പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞ കാര്യം ആ സാഹചര്യത്തിലും ഇടത് സർക്കാർ അല്ലെങ്കിൽ അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായെന്നാണ്. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് ഒരു കോഴിക്കോട്ടത്തെ മാത്രമായി പ്രശ്നമായി കണ്ടു എന്ന് അങ്ങനെ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? അങ്ങനെ ലഘൂകരിച്ച് കാണാൻ കഴിയുകയില്ല. അന്ന് കേരളത്തിൽ UDF സർക്കാരാണ് അധികാരത്തിലിരുന്നത്. വളരെ നേരിയ ഭൂരിപക്ഷത്തിലാണ് ആ സർക്കാർ തുടർന്നിരുന്നത്. അത് ശരിയാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് അന്ന് നിലവിലുണ്ടായിരുന്ന UDF സർക്കാരിൻ്റെ അഴിമതി, കെടുകാര്യസ്ഥത, സാമുദായിക പ്രീണനം ഇവയോടുള്ള ജനങ്ങളുടെ അതിഭയങ്കരമായ വിപ്രതിപത്തി കൊണ്ടാണ്, വിപരീത വികാരം ഉണ്ടായിരുന്നുകൊണ്ടാണ്, നെഗറ്റീവ് വോട്ടാണ് ഉണ്ടായത്. അതിനിടയിൽ ഈ CPMൻ്റെ കടാരി രാഷ്ട്രീയം മുങ്ങിപ്പോയി എന്നുള്ളത് സത്യമാണ്. അത് ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി അല്ലല്ലോ മുഖ്യമന്ത്രി, പിണറായി വിജയനാണ്. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് മാത്രം ടി.പി. ചന്ദ്രശേഖരൻ്റെ രക്തസാക്ഷിത്വം ഇല്ലാതാവുന്നില്ല. അതുണ്ടാക്കിയ വിപരീത വികാരം ഉണ്ടാകാതിരിക്കുന്നില്ല. തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ വടകര ഇത്രയധികം മണ്ഡലങ്ങളിൽ CPMൻ്റെ സ്ഥാനാർത്ഥിയിൽ വിജയിച്ചപ്പോഴും വടകര പോലെ ചുവന്ന മണ്ണിൽ KK രമ വിജയിച്ച് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ടി.പിയുടെ വധത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യം മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു, പിന്നത്തെ തവണ K മുരളീധരൻ ജയിച്ചു. അതെന്തുകൊണ്ടാണ്? കേരളത്തിൽ തന്നെ ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര. ഇടതുപക്ഷത്തിൻ്റെ ഒന്നാമത്തെ മണ്ഡലം വടകരയാണ്. വടകര കഴിഞ്ഞിട്ട് കോഴിക്കോട്. അങ്ങനെയാണ് പുനഃക്രമീകരണത്തിന് ശേഷമുള്ള വടകര. അതിന് മുമ്പും വടകരയിൽ ഇവർ തന്നെയാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ആ വിഭാഗത്തിൽ വലിയ വിപ്രതിപത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽപ്പെട്ട വടകര മണ്ഡലത്തിലെ 5 മണ്ഡലങ്ങളിലും എന്തുകൊണ്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. ഞാനതിൻ്റെ വോട്ടിൻ്റെ കണക്ക് മാത്രമല്ലോ, അത് ഒരു ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും CPMന് ഉണ്ടാക്കിയിട്ടുള്ള ആഘാതം ചെറുതല്ല. ടി.പിയുടെ കൊലപാതകം RSSകാരെയോ പോപ്പുലർ ഫ്രണ്ടുകാരെയോ ലീഗുകാരെ കൊല്ലുന്ന പോലെയല്ല, അല്ലെങ്കിൽ ശരത്ലാലിനെ കൃപേഷിനെ കൊന്ന പോലെയല്ല. അത് വേറെ പാർട്ടിക്കാരാണ്, അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങളാലും എതിർപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാരാണ്. അവരുമായിട്ട് ഏറ്റുമുട്ടലുണ്ടാവും. അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ഷുഹൈബിനെ കൊന്ന പോലെ പ്രത്യേകിച്ച് ഒരു കാരണമില്ലാതെ കൊന്നതാണെങ്കിൽ പോലും അതുപോലെയല്ല. ടി.പിയുടെ കേസിൽ അത് രാഷ്ട്രീയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണല്ലോ സാക്ഷാൽ BS അച്യുതാനന്ദൻ ടി.പിയുടെ വീട് സന്ദർശിച്ചും അദ്ദേഹത്തിൻ്റെ വൃദ്ധയായ മാതാവിനെയും വിധവയായി തീർന്ന ഭാര്യയെയും മകനെയൊക്കെ ആശ്വസിപ്പിച്ചത്. എന്തുകൊണ്ടാണ് BS പോയത്? അതിന് കാരണം വ്യക്തമാണ്. ഇത് ശരിയാണ്. ദൃശ്യങ്ങൾ ഇന്നും ആളുകൾ മറന്നിരിക്കാൻ വഴിയില്ല. 2 അതിഥികളും ദയവായി തുടരുക. ഞാൻ ഒരു പ്രതികരണത്തിലേക്കും ബിനിലിലേക്കും ഇന്ന് പോയ ശേഷം വരാം. ബിനിൽ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബിനിൽ, ഇപ്പോൾ നേരത്തെ KK രമയും സ്പെഷ്യൽ പ്രോസിക്യൂട്ടറും ഒക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്തൊക്കെയാണ് കൂടുതൽ ഈ കോടതിയുടെ ഇന്നത്തെ വിധിയിലുള്ളത്? ഒപ്പം 26-ന് ഇവരെ ഹാജരാക്കണമെന്ന നിർദ്ദേശമുണ്ടല്ലോ. അപ്പോൾ കൂടുതൽ വിശദമായൊരു വാദത്തിലേക്കും കൂടി പോകുമോ ഈ ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ? ദിവിഷ്, ഇപ്പോൾ ടി.പി കേസിലെ അപ്പീലിൽ ഹൈക്കോടതിയിൽ നിന്ന് ഏറ്റവും സുപ്രധാനമായ വിധി പ്രസ്താവം വരുമ്പോൾ അത് നൽകുന്ന ചില സൂചനകളുണ്ട്. കാരണം പ്രോസിക്യൂഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, KK രമയുടെയും ആവശ്യമായിരുന്നത് ഈ ശിക്ഷിച്ച പ്രതികളുടെ ശിക്ഷ കുറഞ്ഞുപോയി, അത് ഉയർത്തണമെന്ന ആവശ്യമാണ്. ആ ആവശ്യത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ 26-ന് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളിൽ നൽകാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ എന്നത് വധശിക്ഷയാണ്. അതിന് താഴെയാണ് ജീവപര്യന്തമെന്നുള്ളത്. പ്രതികളുടെ മാനസികാരോഗ്യനില, അവരുടെ ഏതെങ്കിലും തരത്തിൽ അവർ ഇതിൽ പശ്ചാത്താപം ചെയ്യുന്നുണ്ടോ എന്നതടക്കം പരിശോധിക്കാനായി കോടതി ജയിൽ സൂപ്രണ്ടിൻ്റെ റിപ്പോർട്ടടക്കം തേടിയിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകളുണ്ട്. കാരണം ശിക്ഷ ഉയർത്താൻ കോടതി തീരുമാനിച്ചാൽ ഇതിൽ പരമാവധി ശിക്ഷയായ വധശിക്ഷയിലേക്ക് പോകും. ആ രീതിയിലേക്ക് കോടതി ചിന്തിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ശിക്ഷ ഉയർത്തണമെന്ന കാര്യത്തിൽ കോടതി അന്തിമമായ തീരുമാനം ഈ മാസം 26-ന് എടുക്കാൻ പോകുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെയാണ് വിചാരണ കോടതി വെറുതെ വിട്ട 2 പ്രതികൾ, KK കൃഷ്ണനും ജ്യോതി ബാബുവും, ആ 2 പ്രതികൾ കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അവർക്ക് എന്ത് ശിക്ഷ നൽകണമെന്നത് പ്രതികളെ ചോദ്യം ചെയ്ത ശേഷമാണ് കോടതിക്ക് ആ ശിക്ഷയിലേക്ക് പോകേണ്ടത്. വിചാരണ കോടതി അവരെ വെറുതെ വിട്ടതുകൊണ്ട് തന്നെ ആ ചോദ്യം ചെയ്യൽ കോടതിയിൽ നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ആ 2 പ്രതികളെയും ഹൈക്കോടതിയിൽ വാറണ്ട് അയച്ച് 26-ന് ഹാജരാക്കാൻ
ഇപ്പോൾ ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാരും കൗസർ എടപ്പകത്തും നിർദ്ദേശിച്ചിരിക്കുന്നത് ആ പ്രതികളെ കൂടി കോടതിയിലേക്ക് എത്തിക്കും. ആ പ്രതികളെ ഈ കോടതിയിലേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ കേസിലെ ഗൂഢാലോചന എന്നത് സംബന്ധിച്ചാണ് കോടതി ഈ 2 പ്രതികളെയും ഇതിൽ ചേർത്ത് വയ്ക്കുന്നത്. KK കൃഷ്ണൻ ഒഞ്ചിയത്തെ പ്രധാനപ്പെട്ട CPM-ന്റെ നേതാവാണ്. KK കൃഷ്ണനെതിരായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്നത് KK കൃഷ്ണനാണ് TP ചന്ദ്രശേഖരൻ്റെ തല പൂങ്കുല പോലെ ചെതറിക്കുമെന്ന് പ്രസംഗിച്ചത് എന്നതാണ് പ്രോസിക്യൂഷൻ്റെ ആ കേസിലുള്ളത്. ആ പ്രസംഗമാണ് KK കൃഷ്ണനെ ഈ കേസിലേക്ക് കൊടുക്കുന്നത്. KK കൃഷ്ണനൊപ്പം തന്നെ ജ്യോതി ബാബു കൂടി ഇതിൻ്റെ ഗൂഢാലോചനയിൽ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുമ്പോൾ 2 പാർട്ടിയുമായി ബന്ധപ്പെട്ട 2 പ്രധാന വ്യക്തികൾ കൂടി ഈ കേസിൻ്റെ ഭാഗമായി വരികയാണ്. നേരത്തെ KC രാമചന്ദ്രനും PK കുഞ്ഞനന്ദനും മാത്രമായിരുന്നു CPM-മായി ബന്ധപ്പെട്ടവർ ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ മറ്റ് 2 പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കൾ, പ്രാദേശികമായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ കൂടി ഇതിൻ്റെ ഭാഗമായി വരുന്നു എന്നതാണ് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 26-ന് ഈ കേസിലെ ശിക്ഷിക്കപ്പെട്ട ഇപ്പോൾ ജയിലിലുള്ളവരുടെ ശിക്ഷ കോടതി ഉയർത്തുകയാണ് എങ്കിൽ, അതൊരു വധശിക്ഷയിലേക്ക് തന്നെ പോവുകയാണ് എങ്കിൽ അത് വലിയൊരു ചരിത്രമായി മാറും. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിലേക്ക് അവർ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കാനിരിക്കെ അവർ പോവുകയും ചെയ്യും. അങ്ങനെ വലിയ രാഷ്ട്രീയ പ്രാധാന്യമാണ് 26-ന് ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കുമെന്നത് സംബന്ധിച്ച്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്നത് KK കൃഷ്ണന്റെ പ്രസംഗമായിരുന്നു KK കൃഷ്ണനെ ഈ കേസിലേക്ക് ബന്ധപ്പെടുത്തിയെങ്കിൽ ജ്യോതി ബാബുവിന്റെ കാര്യത്തിൽ ഈ കേസുമായി ബന്ധപ്പെടുന്നത് ജ്യോതി ബാബുവിനെയാണ് KC രാമചന്ദ്രൻ ഒരു കൊട്ടേഷൻ സംഘത്തിന് വേണ്ടി സമീപിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ. ബിനിൽ പറഞ്ഞ പോലെ 26-ന് വളരെ നിർണായകമായ കോടതി നടപടികളാണ് കാത്തിരിക്കുന്നത്. ശ്രീ N. വേണുവിൻ